മോർണിംഗ്. നമ്മളപ്പം സെറ്റിൻ്റെ ബേസിക് 4 ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പഠിച്ചല്ലോ. ആദ്യം നമ്മൾ യൂണിയൻ പഠിച്ചു, പിന്നെ ഇൻ്റർസെക്ഷൻ പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു, ലാസ്റ്റ് ക്ലാസ്സിൽ കോംപ്ലിമെൻറ്റും പഠിച്ചു. അങ്ങനെ 4 ഓപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പ്രോബ്ലമായിട്ടും തിയറായിട്ടും പല റിസൾട്ടുകളായിട്ടൊക്കെ വെരിഫൈ ചെയ്ത് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പഠിച്ചോണം. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ശരിക്കും പഠിക്കുക. ഇനി ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത് വെച്ച് ഒരു 3-4 റിസൾട്ട് വേണം. അത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ചോദിക്കും. 100% ഷുവറാണ് നിങ്ങൾക്കത് വെച്ച് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അതായത് നമ്മളെ എയും ബിയും 2 സെറ്റ്, എ ആൻഡ് ബി 2 സെറ്റ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ, ഡിസ്ജോയിൻ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? ഡിസ്ജോയിൻ്റ് സെറ്റ്സ്. ഡിസ്ജോയിൻ്റ് സെറ്റ്സ് എന്ന് വെച്ചാൽ കോമൺ ആയിട്ടൊന്നുമില്ല. ഇൻ്റർസെക്ഷൻ 5 എ ഇൻ്റർസെക്ഷൻ ബി 5. ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി 5. എയും ബിയും ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന 5 നൾ സെറ്റ് 5 വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. ആ സെറ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് കാർഡിനാലിറ്റി. നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് എൻ ഓഫ് എയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എൻ ഓഫ് എ എന്ന് എഴുതും. ബി ആണെങ്കിൽ എൻ ഓഫ് ബി എന്ന് എഴുതും. ഓർക്കുന്നുണ്ടല്ലോ, 2ോ 3ോ ക്ലാസ്സിലും കണ്ട് ഞാൻ എടുത്തതാണ്. അപ്പം എ ഇൻ്റർസെക്ഷൻ ബിക്കകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ല, 5 ആണ്. അപ്പം എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം, കോമൺ ആയിട്ട് എലമെൻറ്റ്സിൻ്റെ എണ്ണം ഒന്നുമില്ലല്ലോ, അത് 0 വരും. 0 വരും. അപ്പം ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ, 2 സെറ്റ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബിയുടെ എണ്ണം, എലമെൻറ്റ്സിൻ്റെ എണ്ണം എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 0 വരും. എൻ എന്ന് പറയുമ്പോൾ നമ്പർ എണ്ണമായിട്ട് മാറും. വെറുതെ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ സെറ്റാണ്, അതുകൊണ്ട് നമ്മൾ 5 എഴുതുന്നു. സെറ്റിൻ്റെ കാര്യങ്ങൾ എഴുതുമ്പോൾ സെറ്റായിട്ട് തന്നെ എഴുതണം. സെറ്റിന് പകരം നമ്പറിലേക്ക് വരുമ്പോൾ ആൻസറും നമ്പർ ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വെറും എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി, അത് സെറ്റാണ്. അതിൻ്റെ ആൻസർ 5 നൾ സെറ്റ്. അപ്പോൾ അതും സെറ്റാണ്. ഇനി അതിൻ്റെ അകത്ത് എൻ എഴുതുമ്പോഴത്തേക്കും, എൻ ഓഫ് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എലമെൻറ്റ്സിൻ്റെ എണ്ണമായിട്ട് മാറും, നമ്പറായിട്ട് മാറും. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ എണ്ണമാക്കണം. 5-ക്കകത്ത് നൾ സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ 0. അപ്പം ഇങ്ങനെ വന്നാൽ, അതായത് 2 സെറ്റും ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ ഇത് എങ്ങനെ ഇരിക്കും? എയും ബിയും രണ്ടും 2 ആയിട്ടിരിക്കും. ഇവിടെ നിങ്ങൾ എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ, എ യൂണിയൻ ബി ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞാൽ എ യൂണിയൻ ബി വെച്ചാൽ എയും ഫുള്ള് ഷെയ്ഡ് ചെയ്യണം, ബിയും ഫുള്ള് ഷെയ്ഡ് ചെയ്യണം. അതായത് എ യൂണിയൻ ബി. അപ്പം നമ്മൾ എ യൂണിയൻ ബി ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം നോക്കിക്കേ, കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എൻ ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് 2ഉം 2 ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ എളുപ്പമല്ലേ? എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണുക പ്ലസ് ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം. എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണവും ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫുള്ള് കിട്ടും. അതേസമയം ഇത് മിക്സ് ചെയ്തായിരിക്കുന്നെങ്കിൽ ആഡ് ചെയ്താൽ കിട്ടത്തില്ല, ശരിയാവത്തില്ല. 2ഉം 2 ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്ജോയിൻ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ എ യൂണിയൻ ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണുക പ്ലസ് ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണുക. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. എയും ബിയും ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന റിസൾട്ട് അറിയണം. പ്രൂഫ് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട. എയും ബിയും 2 ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ആണെങ്കിൽ, ഇങ്ങനെ 2 ആയിട്ട് ഇരിക്കും. ഇപ്പോൾ യൂണിയൻ വരുമ്പോൾ 2ഉം 2 ആയിട്ട് വയ്ക്കണം. ഇപ്പോൾ എലമെൻറ്റ്സിൻ്റെ എണ്ണം, യൂണിയൻ്റെ അകത്ത് എലമെൻറ്റ്സിൻ്റെ എണ്ണം കാണാൻ പറഞ്ഞാൽ എയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം, ബിയിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അതങ്ങ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്താൽ നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി കിട്ടും. ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. ഇഫ് എ ആൻഡ് ബി ആർ 2 ഡിസ്ജോയിൻ്റ് സെറ്റ്സ്, then n of a union b equal to n of a plus n of b. രണ്ടും കൂടെ ഡിസ്ജോയിൻ്റ് ആയിരിക്കണം, 2ഉം 2 ആയിട്ട് ഇരിക്കണം. അങ്ങനെ വന്നാലേ ഈ റിസൾട്ട് ശരിയാവുള്ളൂ. ഡിസ്ജോയിൻ്റ് അല്ലാത്ത സെറ്റ് എടുത്താൽ ഇതായിരിക്കും ആൻസർ. അത് നമ്മുടെ അടുത്ത റിസൾട്ട്. അത് ചിലപ്പം പ്രൂവ് ചെയ്യാനും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും നിങ്ങൾ റിസൾട്ട് പ്രൂഫ് ഉൾപ്പെടെ പഠിക്കണം. ഇത് ഫസ്റ്റ് റിസൾട്ട്. സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്, if a and b are any 2 sets, ഡിസ്ജോയിൻ്റ് എന്നല്ല, അത് ഇൻ്റർസെക്ഷൻ ഒക്കെ കാണും. any 2 sets, if a and b are any 2 sets, then n of a union b എന്ന് പറയുന്നത് n of a plus n of b minus n of a intersection b. അല്ലെങ്കിൽ ഇത് വേറെ രീതിയിൽ എഴുതാം. അതായത് മൈനസ് n of a intersection b ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, അപ്പം പ്ലസ് ആവും. ഈ n of a union b റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അത് മൈനസ് ആവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓർ n of a intersection b നമുക്ക് n of a plus n of b മൈനസ് n of a യൂണിയൻ ബി. അത് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഈ മൈനസ്
നമ്പർ എടുത്ത് ലെഫ്റ്റിൽ വരുമ്പോൾ പോസിറ്റീവ് ആവും, അത് പോസിറ്റീവ് ആയി. ഈ പോസിറ്റീവ് കിടന്ന നമ്പർ എടുത്ത് റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതാ റിസൾട്ട്. ഇതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തതേ ഉള്ളൂ. ഇത് നിങ്ങൾ പ്രൂഫ് ഉൾപ്പെടെ പഠിക്കണം. ചിലപ്പോൾ പ്രൂഫ് ചോദിക്കാം, അത് നിങ്ങൾ പഠിക്കണം. അപ്പം ഇവിടെ എയും ബിയും എനി ടു സെറ്റ്സ്. അപ്പം ഡിസ്ജോയിന്റ് ഒന്നും അല്ല, കോമൺ പാർട്ടൊക്കെ കാണാം. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വെൻ ഡയഗ്രാം വരച്ച് തന്നായിരുന്നു. നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് ഇത് എ, ഇത് ബി. നിങ്ങളെ കൊണ്ട് തന്നെ ഗൂഗിൾ മീറ്റ് പറയിപ്പിക്കുകയും ചെയ്തത് ഈ പോർഷൻ. ഇത് എ, ഇത് ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഈ ഫുൾ വരും. അതിൽ ഈ പോർഷൻ മാത്രം എടുത്താൽ, ഈ ഫസ്റ്റ് പോർഷൻ മാത്രം എടുത്താൽ നിങ്ങളത് പറഞ്ഞായിരുന്നു ഇത് എ മൈനസ് ബി ആണ്. എയിൽ നിന്ന് ഈ ബി ഭാഗം കളഞ്ഞാൽ എ മൈനസ് ബി കിട്ടും. അതുപോലെ ഈ പോർഷൻ മാത്രം എടുത്താൽ ഇത് ബി മൈനസ് എ ആണ്. ഈ ബിയിൽ നിന്ന് എയുടെ ഈ ഭാഗം കളയുന്ന നടുക്കത്തെ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എ ഇന്റർസെക്ഷൻ ബി ആണ്. കണ്ടോ, എ യൂണിയൻ ബി എന്ന് പറയുന്ന ഫുൾ പോർഷനെ നമുക്ക് 3 സെറ്റ്, ഇത് 3 ഡിസ്ജോയിന്റ്. എ മൈനസ് ബിക്കകത്ത് ഈ പോർഷൻ ഒരിക്കലും വരുന്നില്ല. ഈ പോർഷൻ്റെ അകത്ത് ഒരിക്കലും എ മൈനസ് ബി വരികയില്ല. അതുപോലെ ഈ പോർഷൻ്റെ അകത്ത് ഒരിക്കലും ബി മൈനസ് ആയിട്ട് ഡിസ്ജോയിന്റ് ആയിട്ട് കിടക്കുന്ന 3 സെക്ഷനാണ് ഇത് 3. അപ്പോൾ എ യൂണിയൻ ബിയെ നമുക്ക് ഈ ഡിസ്ജോയിന്റ് സെറ്റ്സിന്റെ യൂണിയൻ ആയിട്ട് ഇടാം, അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇതിന്റെ പ്രൂഫാണ്. എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ്, എ യൂണിയൻ ബി ക്യാൻ ബി റിട്ടൺ ആസ് ദ യൂണിയൻ ഓഫ് എ മൈനസ് ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി ആൻഡ് ബി മൈനസ് എ. ഡിസ്ജോയിന്റ് യൂണിയൻ ആയിട്ട് എഴുതാം. എ യൂണിയൻ ബി, ഈ ഫുള്ള് എ യൂണിയൻ ബിയെ നമുക്ക് ഈ 3 സെറ്റിന്റെ യൂണിയൻ ആയിട്ട് എഴുതാം. അപ്പോൾ എ യൂണിയൻ ബിയുടെ എലമെന്റ്സിന്റെ എണ്ണം ചോദിച്ചാൽ ഇതിന്റെ 3 എലമെന്റ്സിന്റെ എണ്ണം ആഡ് ചെയ്താൽ മതി നമുക്ക്. എ യൂണിയൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം നിങ്ങളോട് ചോദിച്ചാൽ എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം പ്ലസ് എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം പ്ലസ് ബി മൈനസ് എയിലെ എലമെന്റ്സിന്റെ എണ്ണം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റാം. therefore n ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് n ഓഫ് എ മൈനസ് ബി പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് n ഓഫ് ബി മൈനസ് എ എന്ന് എഴുതാം. ഇത് 3 കൂടെ ഇതിൻ്റെ അകത്തെ 3ന്റെ എലമെന്റ്സിന്റെ എണ്ണം ആഡ് ചെയ്താൽ ഫുള്ള് യൂണിയന്റെ എലമെന്റ്സിന്റെ എണ്ണം കിട്ടും. ഇനി ഞാനിവിടെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോണേ. അതായത് ആദ്യത്തെ 2 അങ്ങനെ തന്നെ കിടക്കട്ടെ. n ഓഫ് എ മൈനസ് ബി പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി പ്ലസ് n ഓഫ് ബി മൈനസ് എ. ഇനി ഞാനൊരു നമ്പർ ആഡ് ചെയ്താൽ വില മാറും. വില മാറാതിരിക്കാൻ അതിൻ്റെ ഓപ്പോസിറ്റായി സബ്ട്രാക്ഷൻ ചെയ്താൽ മതി. എന്ത് ചെയ്താലും അതിൻ്റെ ഓപ്പോസിറ്റും കൂടി ചെയ്താൽ വില മാറത്തില്ല. അപ്പം ഞാനൊരു n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ വില മാറും. വില മാറാതിരിക്കാൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഒരു പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്തു. വില മാറാതിരിക്കാനായിട്ട് മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ചെയ്തു. അപ്പം പലതിൽ ഇത് രണ്ടും വെട്ടിപ്പോയാൽ പഴയ ആൻസർ തന്നെ വരും. വെട്ടിക്കളയരുത്. അതിനെല്ലാം നമ്മൾ ചെയ്ത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നത്. n ഓഫ് എ മൈനസ് ബി പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അത് ഒരുമിച്ച് എഴുതി ചുമ്മാ ഒരു ബ്രാക്കറ്റ് ഇട്ടു. അടുത്തത് രണ്ടും ഒരുമിച്ച് ബ്രാക്കറ്റ് ഇട്ടു. n ഓഫ് ബി മൈനസ് എയും n ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും ഒരുമിച്ച് എഴുതി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി അവിടെ വരെ. ഇനി നമ്മുടെ വെൻ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഈ എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും കൂടെ കൂടി ചേരുമ്പോൾ ഇതിൻ്റെ അകത്ത് എലമെന്റ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ നോക്കി ഫുള്ള് എ അല്ലേ വരുന്നത്. ഈ എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണവും എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കൂടെ വരുമ്പോഴത്തേക്ക് ഈ ഫുള്ള് എ കിട്ടും. അപ്പൊ ഈ കിടക്കുന്നതിന് പകരം നമുക്ക് n ഓഫ് എ എഴുതാം. n ഓഫ് എ പ്ലസ് അതുപോലെ തന്നെ ഇവിടെ നോക്കുക. ഈ ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം ആഡ് ചെയ്യുമ്പോൾ ഫുള്ള് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കിട്ടുന്നത്. അപ്പൊ നമുക്ക് n ഓഫ് ബി എഴുതാം മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കണ്ടോ, ആൻസർ ആയില്ലേ? എളുപ്പം കിട്ടി. n ഓഫ് എ യൂണിയൻ ബി, n ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്മുടെ ആൻസർ ആയി. ഇനി നമ്മൾ ഇത് തിരിച്ചങ്ങോട്ട് വിടാം. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ഇപ്പുറം കിട്ടുമ്പോൾ പ്ലസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആകും ഈക്വൽ ടു ഇതിനെ നമ്മൾ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകാം. n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ യൂണിയൻ ബി. ഇത് പഠിക്കണം. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കുന്നത്. ഈ റിസൾട്ട് കാണാതെ പഠിക്കണം, പ്രൂഫും പഠിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചോണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂവ് ചെയ്യാനും ചോദിക്കാം, അല്ലാതെ പ്രോബ്ലം ആയിട്ട് ചോദിക്കും. പ്രോബ്ലം ഇനി പുറകെ ചെയ്യിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, എല്ലാവരും ക്ലിയർ ആയില്ലേ? ഇനി ഒരു റിസൾട്ട് കൂടെ ഉണ്ട്. അത് നമുക്ക് ഈ വെൻ ഡയഗ്രാം വെച്ച് തന്നെ ചെയ്യാം. അത് പ്രൂഫ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. റിസൾട്ട് പഠിച്ചാൽ മതി. റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമുള്ളതാണ്. പ്രൂഫ് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പം എഴുതിയ പ്രൂഫ് പഠിക്കണം. അടുത്ത ഇതാണ് n ഓഫ് എ മൈനസ് ബി.
എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുപോലെ തന്നെ തിരിച്ചു വിടുക. എൻ ഓഫ് ബി മൈനസ് എ ചോദിച്ചാൽ എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. വളരെ എളുപ്പം, ഒന്നുമില്ല. അതായത് ഈ വെണ്ടേഗ്രത്തിൽ നിന്ന് കിട്ടും എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും കൂടെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എ കിട്ടത്തില്ലേ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്നോ അത് നമുക്ക് കിട്ടും. നമുക്ക് ഈ വെണ്ടേഗ്രത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് പറയാം. വി ഹാവ് എൻ ഓഫ് എ മൈനസ് ബി പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണോ എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫുൾ എ കിട്ടും, ഈക്വൽ ടു എൻ ഓഫ് എ കിട്ടും. കണ്ടോ, ഇതിന്റെ പ്രൂഫാണ്. നമുക്ക് കണ്ടുപിടിക്കാം എൻ ഓഫ് എ മൈനസ് ബി അല്ലേ. എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു ഈ പ്ലസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എൻ ഓഫ് എ പ്ലസ് അപ്പുറം ആകുമ്പോൾ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ആൻസർ ആയില്ലേ? മനസ്സിലായി. അടുത്ത ചെയ്യാനായിട്ട് ഇത് രണ്ടും കൂടെ എടുത്താൽ മതി. എൻ ഓഫ് ബി മൈനസ് എയും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ ഓഫ് ബി കിട്ടും. അപ്പോൾ എൻ ഓഫ് ബി മൈനസ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പ്രൂഫ് എഴുതേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പഠിക്കണം, ശരിക്കും പഠിക്കണം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഈ റിസൾട്ടുകൾ ഇപ്പോൾ 4 ശരിക്കും പറഞ്ഞാൽ 2 റിസൾട്ട്, 3 റിസൾട്ടേ ഉള്ളൂ. എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഇക്വേഷൻ, എൻ ഓഫ് എ മൈനസ് ബി അല്ലെ ബി മൈനസ് എയുടെ ഇക്വേഷൻ. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും പഠിച്ചോണം, നന്നായിട്ട് പഠിച്ചോണം. ആ റിസൾട്ടുകൾ പഠിക്കണം. പ്രൂഫ്, രണ്ടാമത്തെ പ്രൂഫ് പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. 2 സെറ്റ് എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ, എക്സും വൈയും 2 സെറ്റ് തന്നിട്ടുണ്ട്. 2 സെറ്റ്സ് സച്ച് ദാറ്റ് എക്സ് യൂണിയൻ വൈ, എയും ബിയും പറഞ്ഞില്ല കേട്ടോ. എക്സ് വൈ എസ് ടി പി ക്യൂ എന്ത് വേണേലും വരാം. നിങ്ങൾ അതിനനുസരിച്ച് ഇക്വേഷനകത്ത് എക്ക് വരെ എക്സ് ബിക്ക് വരെ വൈയും കൊടുത്താൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. എക്സ് യൂണിയൻ വൈ, എക്സ് യൂണിയൻ വൈ ഹാസ് 18 എലമെന്റ്സ്. എക്സ് യൂണിയൻ വൈക്ക് 18 എലമെന്റ്സ് ഉണ്ട്. എക്സ് ഹാസ് 8 എലമെന്റ്സ്. എക്സ് ഹാസ് 8 എലമെന്റ്സ്. വൈ ഹാസ് 15 എലമെന്റ്സ്. വൈക്ക് 15 എലമെന്റ്സ് ഉണ്ട്. How many elements does x intersection y? x intersection y യുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. എലമെന്റ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്. 2 സെറ്റ് എക്സും വൈയും. അതിൽ എക്സ് യൂണിയൻ വൈക്ക് 18 എലമെന്റ്സ് ഉണ്ട്. എക്സിന് 8 എലമെന്റ്സ് ഉണ്ട്. വൈക്ക് 15 എലമെന്റ്സ് ഉണ്ട്. ദെൻ ഹൗ മെനി എലമെന്റ്സ് ഡസ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഹാവ്? അതാ ക്വസ്റ്റ്യൻ. നമുക്ക് 2 സെറ്റ് എക്സും വൈയും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് യൂണിയൻ വൈ ഹാസ് 18 എലമെന്റ്സ് ആണ്. അപ്പോൾ നമുക്കത് നമ്മുടെ രീതിയിൽ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എഴുതി. എക്സ് യൂണിയൻ വൈക്ക് 18 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ എൻ ഓഫ് എക്സ് യൂണിയൻ വൈ, നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എക്സ് യൂണിയൻ വൈ തന്നിട്ടുണ്ട്, അത് 18 ആണ്. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 18 ആണ്. പിന്നെ അത് എക്സ് ഹാസ് 8 എലമെന്റ്സ് ആണ്. എക്സിന് 8 എലമെന്റ്സ് ഉണ്ട്, അതായത് എൻ ഓഫ് എക്സ് 8 ആണ്. അതുപോലെ തന്നെ വൈ ഹാസ് 15 എലമെന്റ്സ്. അപ്പോൾ എൻ ഓഫ് വൈ 15. ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമുക്ക് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ കണ്ടുപിടിക്കാം. ഹൗ മെനി എലമെന്റ്സ് ഡസ് എക്സ് ഇന്റർസെക്ഷൻ വൈ ഹാവ്? അപ്പോൾ എക്സ് ഇന്റർസെക്ഷൻ വൈക്ക് എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ, നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി അല്ലേ. അത് നമ്മൾ എടുക്കുന്നു. എയുടെ സ്ഥാനത്ത് എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് ബിയുടെ സ്ഥാനത്ത് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബിയുടെ സ്ഥാനത്ത് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. വാല്യൂസും കൊടുത്തത് എൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 8 പ്ലസ് 15 മൈനസ് 18, 15 തൊട്ട് 23 മൈനസ് 18, ആൻസർ 5 വരും. വളരെ സിമ്പിളാണ്, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങളത് ശരിക്കും ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. In a group of 400 people, ഒരു ഗ്രൂപ്പ്, in a group of 400 people, 250 can speak Hindi. 250 can speak Hindi. പിന്നെ 200 can speak English. 200 can speak English. ഒരു 400 ആൾക്കാരടങ്ങിയ ഒരു ഗ്രൂപ്പ്. in a group of 400 people, 250 can speak ഹിന്ദി. 250 ആൾക്കാർക്ക് ഹിന്ദി സംസാരിക്കാം. കൂടാതെ 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. 200 ആൾക്കാർക്ക് ഇംഗ്ലീഷും സംസാരിക്കാം. ഇനി അപ്പം അത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക്? അപ്പോൾ ഇതിൽ ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് 3 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ബോത്ത്
ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. എത്ര പേർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും സംസാരിക്കാവുന്ന എത്ര പേരുണ്ട്? അപ്പോൾ കുറച്ച് പേർക്ക് ഹിന്ദി മാത്രം സംസാരിക്കാൻ, കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ അറിയാം, കുറച്ച് പേർക്ക് ഇത് രണ്ടും സംസാരിക്കാൻ അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ എത്ര പേർക്ക് ഇത് രണ്ടും സംസാരിക്കാൻ അറിയാം? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ക്യാൻ സ്പീക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇട്ടേക്കുന്നത് ഹിന്ദി ഉള്ളി. ഹൗ മെനി ക്യാൻ സ്പീക്ക് ഹിന്ദി ഉള്ളി. ഇനി മൂന്നാമതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ മെനി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ബട്ട് നോട്ട് ഹിന്ദി. ഇംഗ്ലീഷ് ബട്ട് നോട്ട് ഹിന്ദി. ഇംഗ്ലീഷ് സംസാരിക്കാം പക്ഷേ ഹിന്ദി സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം ഈ മൂന്നെണ്ണത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം ഇതിൽ നിന്നൊരു സെറ്റുകളൊക്കെ കണ്ടുപിടിക്കണം. സെറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ എണ്ണം ഒക്കെ എഴുതണം, എന്നിട്ട് വേണം ബാക്കി ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ. ഇവിടെ ഒരു കാര്യം കൂടെ തരേണ്ടതായിരുന്നു, അതായത് ഈച്ച് പേഴ്സൺ ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി 2 ലാംഗ്വേജ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ലാംഗ്വേജ് സംസാരിക്കാൻ അറിയാം. എന്ന് വെച്ചാൽ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഈ തന്നേക്കുന്ന ഫുൾ യൂണിയൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ 400 ആൾക്കാരിൽ എല്ലാവർക്കും ഇതിലേതെങ്കിലും സംസാരിക്കാൻ അറിയാവുന്നവരാണ്. അതായത് ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. എന്ന് വെച്ചാൽ യൂണിയൻ ഒരു കൺസെപ്റ്റ് വരാൻ വേണ്ടിയാണ്. ഇതിൽ പറഞ്ഞിട്ടില്ല, ചില ക്വസ്റ്റ്യൻ അത് പറയും, ഈച്ച് പേഴ്സൺ ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ 2 ലാംഗ്വേജസ് എന്ന് വെച്ചാൽ അത് തന്നേക്കുന്നത് ഈ തന്നേക്കുന്ന യൂണിയൻ ആണെന്നുള്ള കൺസെപ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ 2 സെറ്റ് ഡിഫൈൻ ചെയ്യണം. ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവരുടെ 2 സെറ്റ്. ആദ്യത്തെ സെറ്റ് നമുക്ക് എയും ബി എന്ന് എടുക്കാം. എ എന്ന് പറഞ്ഞ സെറ്റ്, എ എന്ന് പറഞ്ഞ എ ഈക്വൽ ടു വേണമെങ്കിൽ ലാംഗ്വേജിനെ കംപ്ലീറ്റ് ആക്കി എഴുതാനുള്ളത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി. അത് ഹിന്ദിയിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ടായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എ എന്ന് പറയുന്നത് പീപ്പിൾ സ്പീക്ക് ഹിന്ദി എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ എ ആരോമാർ കിട്ടും വെറുതെ ഹിന്ദി എന്ന് എഴുതിയാലും മതി. നമുക്കിവിടെ ലാംഗ്വേജ് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്കും നോക്കുന്നവർക്കും ഒക്കെ മനസ്സിലായാൽ മതി. എ എന്ന് എഴുതിയിട്ട് ഒരു ആരോമാർ കിട്ടും ഹിന്ദി എന്ന് മാത്രം എഴുതിയാൽ മതി. ഈ സെന്റൻസ് കംപ്ലീറ്റ് ആക്കി എഴുതേണ്ടവർക്ക് പീപ്പിൾ ഹു സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി എന്ന് എഴുതാം, അല്ലെങ്കിൽ പീപ്പിൾ സ്പീക്ക് ഹിന്ദി, എങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് അവിടെ ഹിന്ദി എന്നൊരു കൺസെപ്റ്റ്, എ എന്ന് പറയുന്നത് ഹിന്ദി എന്നൊരു കൺസെപ്റ്റ് വന്നാൽ മതി. അപ്പോൾ എ എന്ന് എഴുതി ആരോമാർ കിട്ടും വെറുതെ ഹിന്ദി എന്ന് എഴുതിയാലും മതി. അതുപോലെ തന്നെ ബി എന്ന് എഴുതി ആരോമാർ കിട്ടുക ഇംഗ്ലീഷിന് മാത്രം എഴുതിയാലും മതി, അല്ലെങ്കിൽ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ പീപ്പിൾ എങ്ങനെ വേണമെങ്കിലും എഴുതാം, പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ്. ആ 2 സെറ്റ് ഹിന്ദിയെ റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റ് എ എന്നും ഇംഗ്ലീഷിനെ റെപ്രസെന്റ് ചെയ്യുന്ന സെറ്റ് ബി എന്നൊന്ന് വരണമെന്ന് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലായാൽ മതി. ഇനി എ ബി എടുക്കണമെന്നില്ല, ഹിന്ദിയുടെ എച്ചും ഇംഗ്ലീഷിന്റെ ഇയും എടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. സെറ്റ് സിമ്പിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എയും ബി തന്നിട്ടുണ്ട്. ഇനി നോക്കുക, 400 എന്ന് പറഞ്ഞ ഫുള്ള് യൂണിയൻ ആണ്, അത് ഓർത്തോണേ. പിന്നെ ഗ്രൂപ്പ് അല്ലേ, ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ യൂണിയൻ ആണ്. എൻ ഓഫ് എ യൂണിയൻ ബി ആണ്, എൻ ഓഫ് എ യൂണിയൻ ബി ആണ് ഈ 400. ഗിവൺ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 400. പിന്നെ ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണമാണ് 200 ആൾക്കാർ ഹിന്ദി സംസാരിക്കുന്നത്. ഹിന്ദി എന്ന് പറഞ്ഞാൽ എ അല്ലേ, എൻ ഓഫ് എ ആണ് 250 കേട്ടോ, സോറി 200 അല്ലേ 250. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് ബി അല്ലേ, അത് 200 പേരാണ്. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 200. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ സെറ്റ് എയും ബിയും എഴുതി ഇത്രയും എണ്ണം നമ്മൾ എഴുതണം. അത് ക്ലിയർ ആയിട്ട് എഴുതണം, അത് മനസ്സിലാക്കി എഴുതണം. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബോത്ത് ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും, ബോത്ത് എന്ന് പറയുമ്പോൾ രണ്ടും അല്ലേ, ഇന്റർസെക്ഷനാണ്. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ള കോമണാ രണ്ടും സംസാരിക്കുന്നവരെ. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ ഇക്വേഷൻ അറിയാമല്ലോ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. എല്ലാ വാല്യൂസും ഉണ്ടല്ലോ. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 250 ആണ്, എൻ ഓഫ് ബി 200 ആണ്, മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി 400 ആണ്. ഇത് വരുമ്പോൾ 250 200 450 മൈനസ് 400. ഇപ്പോൾ രണ്ടും സംസാരിക്കുന്ന 50 പേരുണ്ട്.
ഹിന്ദിയും ഇംഗ്ലീഷും രണ്ടും സംസാരിക്കുന്ന 50 പേരുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അടുത്തത് ഹൗ മെനി ക്യാൻ സ്പീക്ക് ഹിന്ദി ഉള്ളിയാണ്. ഹൗ മെനി ക്യാൻ സ്പീക്ക് ഹിന്ദി ഉള്ളി, ഹിന്ദി മാത്രം സംസാരിക്കുന്നവരാ. അപ്പം അത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. ഹിന്ദി ഉള്ളി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്നോ ഹിന്ദി ഉള്ളി. ഹിന്ദി ഉള്ളി എന്ന് പറയുമ്പോൾ അത് ഒന്നറിയണം, ഹിന്ദി മാത്രം. ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. ഹിന്ദി ഉള്ളി എന്ന് പറയുമ്പോൾ ഹിന്ദി സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. അതായത് ഹിന്ദി നോട്ട് ഇംഗ്ലീഷാണ്. ഹിന്ദി നോട്ട് ഇംഗ്ലീഷ്. അതായത് എന്നോ ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദി നമ്മൾ എ ആയിട്ടല്ലേ എടുത്തേക്കുന്നത്. ഹിന്ദി എ ആണല്ലോ, ഹിന്ദി എ. ഹിന്ദി എ. നോട്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ -B, A-B ആണ് അത്. അപ്പോൾ ഹിന്ദി ഉള്ളിന്നോ അല്ലെങ്കിൽ ഹിന്ദി ബട്ട് നോട്ട് ഇംഗ്ലീഷ് എന്നോ ഒക്കെ തന്നെ ഡിഫറൻസ് ആണ്, ഓർത്തോണം. ഹിന്ദി ഉള്ളി എന്ന് പറഞ്ഞാൽ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഇല്ല. A-B ആണ്. N of A-B ഇക്വേഷൻ അറിയാലോ. N of A minus N of A intersection B. N of A എന്ന് പറയുമ്പോഴത്തേക്ക് 250 മൈനസ് N of A intersection B ഇപ്പം കണ്ടുപിടിച്ചു 50. അപ്പോൾ ആൻസർ 200 പേര്. 200 പേരാണ് ഹിന്ദി മാത്രം സംസാരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ N of ഇംഗ്ലീഷ് നോട്ട് ഹിന്ദി. N of ഇംഗ്ലീഷ് നോട്ട് ഹിന്ദി. ഹൗ മെനി ക്യാൻ സ്പീക്ക് എന്നുണ്ട്. അപ്പോൾ N, ഹൗ മെനി എന്നുള്ള നമ്പറാണ് N. ഹിന്ദി നോട്ട് ഇംഗ്ലീഷ് എന്നാണ്. N of ഹിന്ദി ഇംഗ്ലീഷ് നോട്ട് ഹിന്ദി. N of ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ B ആണ്. നോട്ട് ഹിന്ദി എന്ന് പറയുമ്പോൾ -A ആണ്. അപ്പം A-B, B-A രണ്ട് രീതിയിൽ എഴുതാം. ഒള്ളി എന്ന് എഴുതാം, അതായത് A but not B എന്ന് എഴുതാം, ഒള്ളി A എന്നൊക്കെ എഴുതാം. അത് ശ്രദ്ധിച്ചോളെ. B - A അതിൻ്റെ ഇക്വേഷൻ N of B minus N of A intersection B. N of B എന്ന് പറയുമ്പോൾ 200 മൈനസ് N of A intersection B 50, 150 വരും. ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്ത് പഠിച്ചോളാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒള്ളി ഹിന്ദി എന്ന് പറയുമ്പം ഹിന്ദി നോട്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ ഹിന്ദി നോട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും ഒള്ളി ഹിന്ദി എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഡിഫറൻസ് ആണ്. അത് ഓർക്കണം. In a group of 65 people, group of 65, ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. 40 ലൈക്ക് ക്രിക്കറ്റ്. 40 പേര് ക്രിക്കറ്റ്. 40 ലൈക്ക് ക്രിക്കറ്റ്. 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്. 40 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ്, 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടമാണ്. How many like tennis only? Another question. How many like tennis only? Not cricket. Tennis only എന്ന് പറഞ്ഞാലും ശരിയാണ്. ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ്. നോട്ട് ക്രിക്കറ്റ് പറഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടെന്നീസ് ഓൺലി എന്ന് പറഞ്ഞാലും അത് നോട്ട് ക്രിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും ടെന്നീസ് ഓൺലി എന്ന് പറഞ്ഞാലും സെയിം ആണ് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇതൊരു ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്. അടുത്ത ക്വസ്റ്റ്യൻ how many like tennis? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ how many like tennis? ടെന്നീസ് എന്ന് പറയുമ്പോൾ അതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരും കാണാം. ടെന്നീസ് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ ടെന്നീസ് മാത്രം നടത്തമില്ല കേട്ടോ. ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ എനിക്ക് ടെന്നീസും ഇഷ്ടമാണ്, ക്രിക്കറ്റും ഇഷ്ടമാണ്. അപ്പം ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ട്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലും ഞാനുണ്ട്. അപ്പം how many like ടെന്നീസ് എന്ന് പറയുമ്പോൾ ടെന്നീസ് എന്ന് പറഞ്ഞാൽ കളി ഇഷ്ടമുള്ള എത്ര പേരുണ്ട്. അതേസമയം how many like ടെന്നീസ് only എന്ന് പറഞ്ഞാൽ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നത്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിക്കോണേ. അപ്പോൾ നമ്മളോട് നമുക്കത് ഇന്ന ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ. അതിനുമ്പോൾ സെറ്റ് പറയണേ. ക്രിക്കറ്റിൻ്റെ സെറ്റ് A ആയിട്ടും ടെന്നീസിൻ്റെ സെറ്റ് B ആയിട്ടും എഴുതാം. അപ്പം A എന്ന് പറഞ്ഞ സെറ്റ് ക്രിക്കറ്റ്, B എന്ന് പറഞ്ഞ സെറ്റ് ടെന്നീസ്. ഷോർട്ടായിട്ട് അങ്ങ് എഴുതുന്നുള്ളൂ. വേണ്ടവർക്ക് പീപ്പിൾ ഹൂ ലൈക്ക് ക്രിക്കറ്റ്, പീപ്പിൾ ഹൂ ലൈക്ക് ടെന്നീസ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ എഴുതാം. അല്ലെ സെറ്റ് ഓഫ് പീപ്പിൾ എന്നൊക്കെ എഴുതാം, കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇന്ന ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. 65 ഫുള്ളാണ്, യൂണിയനാണ്. അതായത് N of A യൂണിയൻ B ആണ് 65. പിന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് 40. അതായത് N of A ആണ് 40. അടുത്തത് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസാണ്. രണ്ടും ഇഷ്ടപ്പെടുന്ന 10 പേരുണ്ട്. രണ്ടെന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷനാണ്.
എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതാണ് 10. ക്ലിയർ ആയിട്ട്. ഇനി ഇത്ര കാര്യങ്ങൾ കിട്ടി. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, number of people who like tennis only not cricket. N of tennis not cricket. N of tennis not cricket. N of tennis എന്ന് പറയുമ്പോഴത്തേക്കും ടെന്നീസ് ബി അല്ലേ. N of b not cricket എന്ന് പറയുമ്പോൾ മൈനസ് ആണ്, മൈനസ് എ. അതായത് N of b മൈനസ് N of a ഇന്റർസെക്ഷൻ ബി. N of b നമുക്ക് തന്നിട്ടില്ല, N of a ഇന്റർസെക്ഷൻ ബി ഉണ്ട്. N of b കണ്ടുപിടിക്കണം. തൽക്കാലം ഇതോടെ കിടക്കട്ടെ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി N of b കണ്ടുപിടിക്കാൻ നമുക്ക്. N of b കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. N of a പ്ലസ് N of b മൈനസ് N of a ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് N of a യൂണിയൻ ബി ആണ്. ഇതിൻ്റെ അകത്ത് N of b ഒഴികെ ബാക്കിയെല്ലാം അറിയാം. N of a എന്ന് പറയുന്നത് 40 പ്ലസ് N of b അറിയത്തില്ല, N of b അറിയത്തില്ല, മൈനസ് N of a ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 10 ഈക്വൽ ടു N of a യൂണിയൻ ബി എന്ന് വെച്ചാൽ 65. 40 നിന്ന് 10 പോയാൽ 30 പ്ലസ് N of b എന്ന് പറയുന്നത് 65. N of b എന്ന് പറയുന്നത് അപ്പോൾ 65 മൈനസ് 35. അപ്പോൾ N of b കിട്ടി. N of b കിട്ടിയാൽ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുത്താൽ N of ടെന്നീസ് നോട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്നത് N of b മൈനസ് N of a ഇന്റർസെക്ഷൻ ബി എന്നല്ലേ കിട്ടിയത്. അതിൻ്റെ അകത്തേക്ക് വാല്യൂ കൊടുക്കുക. N of b നമുക്ക് ഇപ്പോൾ കിട്ടി 35 മൈനസ് N of a ഇന്റർസെക്ഷൻ ബി നമ്മളിവിടെ എഴുതിയിട്ട് 10. ഇപ്പോൾ 25 പേർക്ക് ടെന്നീസ് ഇഷ്ടമാണ്, ക്രിക്കറ്റ് ഇഷ്ടമില്ല. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഹൗ മെനി ലൈക്ക് ടെന്നീസ്? ഹൗ മെനി ലൈക്ക് ടെന്നീസ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ലൈക്ക് ടെന്നീസ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. N of ടെന്നീസ്. N of ടെന്നീസ്, ടെന്നീസ് ഇഷ്ടപ്പെടുന്നത്. ടെന്നീസ് ഇഷ്ടപ്പെടുന്നത് ടെന്നീസിന്റെ ടീം നമ്മൾ ബി എന്ന് എടുത്തേക്കുന്നത്. N of ടെന്നീസ് എന്ന് വെച്ചാൽ N of b, അത്രയേ ഉള്ളൂ. N of ടെന്നീസ് മീൻസ് N of b. N of b എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. N of b 35. ടെന്നീസ് ഓൺലി പറയുമ്പോഴാണ് ഡിഫറൻസ് ആണ്. N of ടെന്നീസ് എന്ന് പറഞ്ഞാൽ N of b. പക്ഷെ ശരിക്കും ഈ ക്വസ്റ്റ്യൻ ആദ്യം ആയിരുന്നു ചോദിച്ചിരുന്നത് എളുപ്പമുണ്ടായിരുന്നു. N of b നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിപ്പം കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണേൽ ആദ്യം അത് കണ്ടുപിടിക്കാം, പിന്നെ ഇത് ചെയ്യാം. അങ്ങനെയാണ് അത് കുഴപ്പമില്ല. അത് ക്ലിയർ ആയല്ലോ. ഒരു ക്വസ്റ്റ്യൻ കൂടെ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ കമ്മിറ്റി 50 people speak French. 50 people speak French. 20 speak Spanish. ഒരു ഗ്രൂപ്പിൽ 50 പേർക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ അറിയാം, 20 പേർക്ക് സ്പാനിഷ് സംസാരിക്കാൻ അറിയാം, 10 പേർക്ക് രണ്ടും സംസാരിക്കാം. 10 speak both French and Spanish. നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്. How many speak at least one of these two languages? How many speak at least one? At least one of these two languages. These two languages. ഈ at least one ഒക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നായിരുന്നു നേരത്തെ. At least one അല്ലെ A or B അല്ലെങ്കിൽ either A or B ഒക്കെ വന്നാൽ യൂണിയൻ ആണെന്ന് പറഞ്ഞു തന്നായിരുന്നു. at least one എന്നോ അല്ലെ സ്പാനിഷോ ഫ്രഞ്ചെന്നോ അല്ലെങ്കിൽ either ഫ്രഞ്ച് ഓർ സ്പാനിഷ് either or വെറും or at least one ഒക്കെ വന്നാൽ യൂണിയൻ ആണെന്ന് നോക്കണം. ഞാനൊന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രഞ്ച് എ എന്ന് പറയുന്നത് ഫ്രഞ്ച് സെറ്റ് പറഞ്ഞാൽ എപ്പോഴേ. ബി എന്ന് പറയുന്നത് സ്പാനിഷ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് N of A കിട്ടി. N of A 50, N of B 20, സ്പാനിഷ് 20. ബോത്ത് രണ്ടും സംസാരിക്കുന്നത് കോമൺ, അതായത് N of A ഇന്റർസെക്ഷൻ B അത് 10. ഇനി നമ്മൾ ചോദിക്കുന്നത് N of at least one. at least one എന്ന് പറയുമ്പോൾ A or B ആ, A യൂണിയൻ B, A യൂണിയൻ B ആ. at least one എന്നൊക്കെ പറയുമ്പോൾ യൂണിയൻ ആണെന്ന് നോക്കണം. ഇക്വേഷൻ എഴുതാം. N of A പ്ലസ് N of B മൈനസ് N of A ഇന്റർസെക്ഷൻ B. വാല്യൂസ് കൊടുത്താൽ മതി. N of A എന്ന് പറയുന്നത് 50 പ്ലസ് N of B എന്ന് പറയുന്നത് 20 മൈനസ് N of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 10. 50 20 70 മൈനസ് 10 60 പേർക്ക്
60 പേർക്ക് 60 പേരാണ് അറ്റ്ലീസ്റ്റ് വണ്ണോ ദീസ് ടു ലാംഗ്വേജസ് സംസാരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ ഇത് ശരിക്കും പഠിക്കാം. ഈ ഇത്രയും കൊണ്ട് നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. ആ ചാപ്റ്റർ തീർന്നു. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക്, ഒരു 10 മാർക്കോളം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാവുന്നതാണ്. 10 കിട്ടിയില്ലെങ്കിലും ഒരു 6 7 ഒക്കെ ഉറപ്പായിട്ട് കിട്ടും. 7 മാർക്കൊക്കെ ഉറപ്പായിട്ട് മേടിക്കാവുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്തേക്കരുത്. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.